ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി കുത്തിയോട്ട വ്രതം അനുഷ്ഠിച്ച കുട്ടികൾക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്ന് പരാതി. ചൂരൽ കുത്തിയ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ചികിത്സാ സഹായവും നൽകിയില്ല എന്നാരോപിച്ച് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മഹിഷാസുരവധത്തിൽ ദേവിയെ സഹായിക്കാനെത്തിയ പടയാളികളായാണ് കുത്തിയോട്ട ബാലന്മാർ എന്നാണ് സങ്കല്പം. 7 ദിവസത്തെ കഠിനവ്രതത്തിനൊടുവിലാണ് 583 കുട്ടികൾ ഇത്തവണ ചൂരൽകുത്ത് നടത്തിയത്. ഇതിനായി 12,500 രൂപ വീതം ക്ഷേത്ര ട്രസ്റ്റിൽ രക്ഷിതാക്കൾ അടച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ കൈപ്പറ്റിയ അധികൃതർ കുട്ടികൾക്ക് പ്രാഥമികമായ സാഹചര്യം പോലും ഒരുക്കിയില്ലെന്നാണ് പരാതി. കിടക്കാൻ കിട്ടിയവരാണത്, അല്ലാതെ പിള്ളേരെ കിടത്താണ്ടാക്കിയല്ല. പിള്ളേർ ഇന്നലെ തണുത്ത് പറിച്ചാണ് കിടക്കുന്നത്. ഈ തറയിൽ ഒരു മൊത്തം ഷീറ്റ് പിരിച്ച് കാണുന്നത്. പിള്ളേർക്ക് സേഫ്റ്റി ഒന്നുമില്ല. 12,500 രൂപയാണ് കൊടുത്തേക്കുന്നത്. അതിന് ഒരു കാര്യം ചെയ്തില്ല. എന്തിനാണ് ഇത്ര പൈസ വാങ്ങിക്കുന്നത്? ചൊവ്വാഴ്ച രാത്രി 8:30 ചൂരൽകുത്തി മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട കുട്ടികൾ പുലർച്ചെ 2:30 ഫോർട്ട് UP സ്കൂളിലെ വിശ്രമ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ഇവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. സ്കൂളിലെ സ്ഥലപരിമിതി കാരണം കുട്ടികളെ കിടത്തിയത് പൊങ്കാല പന്തലിലെ മെറ്റലും കല്ലും നിറഞ്ഞ തറയിൽ വെറും കാർപ്പറ്റ് വിരിച്ചാണ്. കല്ലാണ് ഇവിടെ മൊത്തം. എങ്ങനെയാണ് ചേട്ടാ ഇവിടെ കിടക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പൂമത്ത പോലെയുള്ള വേണ്ടേ നമ്മൾ കുഞ്ഞുങ്ങളെ കടത്താന്? തമ്പുരാട്ടി ഇന്നലെ കണ്ണകി ദേവി ഇന്നലെ ആഹാരം കഴിച്ചില്ലയോ? കുഞ്ഞുങ്ങൾ എന്തോ കഴിച്ച്? എന്റെ മോനെ എന്റെ കൈ കെട്ടി ഇവൻ പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നു, ഇനി മേലാ എന്നെ അമ്മ ഈ വൃത്തി അമ്മ വിടരുതെന്ന്. ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ച അവലല്ലാതെ മറ്റു ഭക്ഷണങ്ങളോ കുടിവെള്ളമോ കുട്ടികൾക്ക് ലഭ്യമാക്കിയില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കുട്ടികളുടെ ദുരിതം കണ്ട് നാട്ടുകാർ ഇടപെട്ടിട്ടും ക്ഷേത്രഭാരവാഹികൾ ആരും സ്ഥലത്തെത്തിയില്ലെന്നാണ് ആരോപണം. മുറിവേറ്റ കുട്ടികൾക്ക് നൽകേണ്ട പ്രാഥമിക ചികിത്സാ സഹായം പോലും ഒരുക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.